അജിത് അഗർക്കറുടെ പണി ഏകദേശം തെറിച്ചു. അടുത്ത BCCI വാർഷിക പൊതുയോഗത്തിൽ പുതിയ ചീഫ് സെലക്ടർക്ക് BCCI ചുമതല നൽകും. മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ തലയ്ക്ക് മുകളിലും വാൾ കിടപ്പുണ്ട്. സ്വാതന്ത്ര്യദിനത്തിൽ ആരംഭിക്കുന്ന ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പര ചിലപ്പോൾ ഗംഭീറിന്റെ സർവ്വസ്വാതന്ത്ര്യവും അവസാനിപ്പിച്ചേക്കും. ത്രിദിന സന്നാഹ മത്സരം സൂചിപ്പിക്കുന്നത് അതാണ്. ലങ്കയുടെ ആഭ്യന്തര താരങ്ങളെപ്പോലും നേരിടാൻ കുഴങ്ങുകയാണ് ഇന്ത്യയുടെ പുകൾപെറ്റ താരങ്ങൾ. സന്നാഹ മത്സരമായതിനാൽ ഇരു ടീമുകൾക്കും ആദ്യ ഇന്നിംഗ്സിൽ 90 ഓവർ വീതവും രണ്ടാം ഇന്നിംഗ്സിൽ 45 ഓവർ വീതവുമാണ് ബാറ്റിംഗിന് അവസരം ലഭിക്കുക. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക കൊളംബോയിൽ ഇന്ത്യൻ ബോളർമാരെ അനായാസം കൈകാര്യം ചെയ്തു. സ്പിന്നർമാർക്ക് മികച്ച പിന്തുണ ലഭിക്കുമെന്ന് കരുതിയ പിച്ചിൽ ലങ്ക ആദ്യ ഇന്നിംഗ്സിൽ 8 വിക്കറ്റിന് 363 റൺസാണ് എടുത്തത്. ബാറ്റിംഗ് ദുഷ്കരമാകുമെന്ന് കരുതിയ പിച്ചിൽ 3 ലങ്കൻ താരങ്ങൾ അർദ്ധ സെഞ്ചുറി നേടി. ഇന്ത്യക്കായി കുൽദീപ് യാദവ്, മാനവ് സുതാർ, രവീന്ദ്ര ജഡേജ എന്നിവർ 2 വീതം വിക്കറ്റ് വീഴ്ത്തി. എന്നാൽ ഭൂരിപക്ഷം വരുന്ന ലങ്കയുടെ ആഭ്യന്തര താരങ്ങളെ ഓൾ ഔട്ടാക്കാൻ കഴിയാത്തത് ഇന്ത്യയുടെ ബൗളിംഗ് ദൗർബല്യം തുറന്നു കാട്ടുന്നതായിരുന്നു. ലങ്കയുടെ ഓപ്പണർമാരായ നിഷാന്ത് മധുസംഗയും രവീന്ദ്ര രസന്റെയും ചേർന്ന് ആദ്യ 20 ഓവറിൽ തന്നെ വിക്കറ്റ് പോകാതെ 110 റൺസ് ചേർത്തിരുന്നു. മുഹമ്മദ് സിറാജും പ്രസീദ് കൃഷ്ണയും വിക്കറ്റ് എടുക്കാനാവാതെ ഉഴറിയപ്പോൾ റണ്ണൌട്ടിലൂടെയാണ് ഇന്ത്യക്ക് ലങ്കൻ ഓപ്പണർമാരെ പൊളിക്കാനായത് എന്ന് കൂടി ഓർക്കണം. ആദ്യ ദിനം ലങ്ക അനായാസം 400 കടക്കുമെന്ന് തോന്നിച്ച സമയത്ത് അവസാന സെഷനിലാണ് ഇന്ത്യൻ ബോളർമാർ അല്പമെങ്കിലും മേധാവിത്വം കാണിച്ചത്. രണ്ടാം സ്പെല്ലിൽ താളം കണ്ടെത്തിയ കുൽദീപ് യാദവാണ് ആക്രമണം തുടങ്ങിയത്. ബൗളിങ്ങിലെ നിരാശ ബാറ്റിംഗിൽ മറികടക്കാമെന്ന് വെച്ചപ്പോൾ ഇന്ത്യൻ ടോപ്പ് ഓർഡർ അഡപടലം തകരുന്ന കാഴ്ചയാണ് കൊളംബോ സാക്ഷ്യം വഹിച്ചത്. ദേവ്ദത്ത് പടിക്കലിന്റെ സെഞ്ചുറി പ്രകടനത്തിന്റെ ബലത്തിൽ ഇന്ത്യ 6 വിക്കറ്റിന് 357 റൺസാണ് എടുത്തത്. പുറത്താവാതെ 142 റൺസ് എടുത്ത ദേവ്ദത്തിന്റെ ഇന്നിംഗ്സ് ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യൻ സ്കോർ ബോർഡ് ദയനീയമായേനെ. ദേവിന് പുറമെ 63 റൺസ് എടുത്ത രവീന്ദ്ര ജഡേജ മാത്രമാണ് ഇന്ത്യക്കായി തിളങ്ങിയത്. യശസ്വി ജയ്സ്വാൾ 0-ന് പുറത്തായി. രണ്ടാം വിക്കറ്റിൽ KL രാഹുലിനൊപ്പം 96 റൺസും മൂന്നാം വിക്കറ്റിൽ ജഡേജയ്ക്കൊപ്പം 72 റൺസും ദേവ്ദത്ത് കൂട്ടിച്ചേർത്തു. ദേവ്ദത്ത് പിന്നീട് ബാറ്റിംഗ് അവസാനിപ്പിച്ചു മടങ്ങി. എന്നാൽ ഋഷഭ് പന്ത് 2-ഉം ധ്രുവ് ജുറേൽ 1 റണ്ണും മാത്രമെടുത്ത് മടങ്ങിയതോടെ ഇന്ത്യ പ്രതിരോധത്തിലായി. മാനവ് സുതാർ ഇതിനിടെ 41 റൺസ് എടുത്ത് ജഡേജയ്ക്കൊപ്പം മികച്ച കൂട്ടുകെട്ടുണ്ടാക്കി. ജഡേജ പുറത്തായതോടെ വീണ്ടും ക്രീസിലെത്തിയ ദേവ്ദത്ത് സരാംഷ് ജെയിനൊപ്പവും ഗുർനൂർ ബ്രാഡിനൊപ്പവും ചേർന്ന് ഇന്ത്യൻ സ്കോർ 350 കടത്തി. ഇന്ത്യൻ ടോപ്പ് ഓർഡർ വലിയ ആശങ്കയെ അഭിമുഖീകരിക്കുമ്പോഴാണ് ദേവ്ദത്ത് പടിക്കൽ ഇന്ത്യയുടെ രക്ഷയ്ക്കെത്തുന്നത്. നമ്പർ 3 സ്പോട്ട് ഭദ്രമാണെന്ന് പ്രകടനം കൊണ്ട് ദേവ് അടിവരയിടുന്നു. വിരാട് കോഹ്ലി യുഗത്തിന് ശേഷം കഴിഞ്ഞ 1 വർഷമായി 3-ാം നമ്പർ പൊസിഷൻ ഉറപ്പിച്ച സായ് സുദർശന് ഈ പരമ്പരയിലെ 2 മത്സരവും നഷ്ടമാകുമെന്നുറപ്പായി. ഈ സാഹചര്യത്തിലാണ് 2 ടെസ്റ്റ് മാത്രം കളിച്ച ദേവ്ദത്ത് തൻ്റെ ക്വാളിറ്റി കൃത്യമായി കാണിച്ചു തന്നത്. ഏറെ നാളായി ആഭ്യന്തര മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തിയിട്ടും അർഹിച്ച പരിഗണന പടിക്കലിന് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. 2023-24 രഞ്ജി സീസണിൽ കർണാടകയ്ക്കായി 4 മത്സരങ്ങളിൽ നിന്ന് 3 സെഞ്ചുറി ഉൾപ്പെടെ 556 റൺസ് നേടിയ ദേവ്ദത്തിന്റെ ശരാശരി 92.66 ആയിരുന്നു. തൊട്ടു പിന്നാലെ ഇംഗ്ലണ്ടിനെതിരെ ധരംശാലയിൽ ടെസ്റ്റ് അരങ്ങേറ്റം. അന്ന് 65 റൺസാണ് എടുത്തത്. കഴിഞ്ഞ രഞ്ജി സീസണിലും മികച്ച പ്രകടനമാണ് ദേവ്ദത്ത് നടത്തിയത്. ഉത്തരാഖണ്ഡിനെതിരെ സെമിയിൽ നേടിയ 232 റൺസ് ദേവിന്റെ പേഴ്സണൽ ബെസ്റ്റായിരുന്നു. ആ രഞ്ജി സീസണിൽ 60.33 ശരാശരിയിൽ 543ഉം വിജയ് ഹസാരെ ട്രോഫിയിൽ 90.62 എന്ന അവിശ്വസനീയമായ ശരാശരിയിൽ 725 റൺസും അടിച്ചു. 2024 മാറ്റായ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ 167 സ്ട്രൈക്ക് റേറ്റിൽ 309 റൺസ് നേടി ഡ്രീം റണ്ണിലായിരുന്നു ദേവ്ദത്ത് പടിക്കൽ. ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റിലെ ഗാലയിലെ പിച്ച് സ്പിന്നിനെ തുണയ്ക്കുന്നതാണ്. പടിക്കലിന്റെ ടെക്നിക് ഇവിടെയാണ് ഇന്ത്യക്ക് ഉപകാരപ്പെടുക. കഴിഞ്ഞ മാസം ഇതേ വേദിയിൽ ഇന്ത്യ എക്ക് വേണ്ടി കളിച്ചപ്പോഴും പടിക്കൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. മാത്രമല്ല നിലവിലെ ടീമിൽ ലങ്കൻ സ്പിന്നർമാർക്കെതിരെ ഏറ്റവും നല്ല മുന്നൊരുക്കം നടത്തിയ താരമാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം അത് ദേവ്ദത്ത് പടിക്കൽ തന്നെയാണെന്ന്. തൻ്റെ ആദ്യകാല പരിശീലകനായ മുഹമ്മദ് നസറുദ്ദീനൊപ്പം ചിട്ടയായ പരിശീലനമാണ് കൊളംബോയിലേക്ക് വണ്ടി കയറും മുമ്പ് പടിക്കൽ നടത്തിയത്. ആ സമയത്ത് പ്ലേയിങ് 11-ൽ സ്ഥാനം കിട്ടുമോ എന്ന് ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു. എന്നാൽ അതൊന്നും ദേവ്ദത്തിന് പ്രശ്നമായിരുന്നില്ല. അവസരം കിട്ടിയാൽ അത് മുതലാക്കണം. അതിനായി കഠിനാധ്വാനം ചെയ്തു. സാധാരണ റെഡ് ബോളിന് പകരം ലങ്കയിൽ കുക്കുബറ പന്താണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കി ആ പന്തുകൾ തന്നെ വാങ്ങി പരിശീലനം നടത്തി. വ്യത്യസ്ത പിച്ച് ബംഗളൂരുവിൽ ഒരുക്കി. പന്ത് നന്നായി ടേൺ ചെയ്യുന്ന പിച്ചുകൾക്ക് പുറമെ വ്യത്യസ്ത ഉയരമുള്ള ഇടംകയ്യൻ ഓഫ് സ്പിൻ ബോളർമാരെ പരിശീലനത്തിനെത്തിച്ചു. എന്തായാലും ഇന്ത്യ പടിക്കൽ കലമുടക്കുമോ എന്ന ആശങ്കയുള്ളവർക്ക്
പ്രതീക്ഷ നൽകുകയാണ് ദേവ്ദത്ത് പടിക്കൽ.